മല്ലു ക്ലാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ പരിക്കിൻ്റെ പിടിയിലായി വിശ്രമത്തിലുള്ള താരങ്ങളുടെ ലിസ്റ്റ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ സൈനിങ്ങുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേഷനും പുറത്തേക്ക് വന്നിട്ടുണ്ട്. മാത്രമല്ല, ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിക്കൊണ്ട് അബ്ബാസിനെ നിയമിക്കാൻ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്ന രീതിയിൽ അബ്ബാസ് തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഏതായാലും എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായി നോക്കി വരാം. അതിനു മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ നിലവിൽ പരിക്കിൻ്റെ പിടിയിലായിക്കൊണ്ട് നോറ ഫെർണാണ്ടസ്, അതുപോലെ തന്നെ അസ്ഹർ ഐമൻ, ആർൽ ആൽദാൻ മാവിയ, ഇഷാൻ പണ്ഡിത, ബ്രൈസ് ബ്രാൻഡ, സൗരവ്, ഐബൻ ഡോലിംഗ് എന്നിവരൊക്കെ പരിക്കിൻ്റെ പിടിയിലായതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ സജീവമല്ല എന്നാണ് ഗോൾ ഇന്ത്യ എന്ന് പുറത്തേക്ക് വിട്ടിട്ടുള്ള ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലെ സൈനിങ്ങുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേഷൻ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ബ്ലാസ്റ്റേഴ്സ് ഒന്നിലധികം സൈനിങ്ങുകൾ നടത്തുമെന്ന രീതിയിലാണ് ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്ന എക്സ് അക്കൗണ്ട് ഇപ്പോൾ റിപ്പോർട്ടുകളായി പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ സിഇഒ ഇതിനു മുൻപും ബ്ലാസ്റ്റേഴ്സ് സൈനിങ് നടത്തുമെന്ന കാര്യം കൺഫേം ചെയ്തതാണ്. ഏതായാലും ഒന്നിലധികം ഇന്ത്യൻ സൈനിങ് നടത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗാന താരമായ കോമി പെപ്രയുടെ ഏജന്റുമായിട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ സിഇഒ കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ്. എന്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു കൂടിക്കാഴ്ച എന്നത് വ്യക്തമല്ല. ബ്ലാസ്റ്റേഴ്സിൽ പെപ്രയുടെ കരാർ ഈ ഒരു സീസണോടുകൂടി അവസാനിക്കുകയാണ്. ഏതായാലും എന്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ സിഇഒയും ബ്ലാസ്റ്റേഴ്സ് താരമായ പെപ്രയുടെ ഏജന്റും കൂടിക്കാഴ്ച നടത്തിയതെന്ന് വ്യക്തമല്ല. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനാകാനായിക്കൊണ്ട് മുൻ മോഹൻ ബഗാൻ സൂപ്പർ ജെയിംസിൻ്റെ പരിശീലകനും ഇപ്പോൾ ഇന്റർകാശിയുടെ പരിശീലകനൊക്കെ ആയിട്ടുള്ള അബ്ബാസിനെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു എന്ന് അബ്ബാസ് തന്നെ ഇപ്പോൾ പുതിയൊരു ഇൻ്റർവ്യൂവിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. അബ്ബാസ് പറയുന്നത് ഇപ്രകാരമാണ്: മോഹൻ ബഗാനിൽ നിന്നും താൻ പുറത്തു പോയതിനു ശേഷം ISL ടീമായ കേരള ബ്ലാസ്റ്റേഴ്സിനെ സമീപിച്ചിട്ടുണ്ടായിരുന്നു, ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഒടുവിൽ ഇപ്പോൾ തനിക്ക് ഇന്റർകാശിയുടെ പരിശീലകനാകാൻ ഭാഗ്യം ലഭിച്ചു എന്നാണ് അബ്ബാസ് വ്യക്തമാക്കുന്നത്. ഏതായാലും ഇവാൻ മുക്കാമാനവിക്കിനെ പുറത്താക്കിയതിന് ശേഷമായിരിക്കും അബ്ബാസിനെ നിയമിക്കാൻ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ചർച്ചകൾ നടത്തിയിട്ടുണ്ടാവുക. ഒടുവിൽ ആ ഒരു നറുക്ക് മിക്കായൽ സ്റ്റേറയ്ക്ക് വീണു. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.